ആസ്മ അല്ലെങ്കിൽ അലർജി ഉള്ളവരിൽ ചിരി ഒരു വില്ലനാണ്. നമുക്കറിയാം എല്ലാ അസുഖങ്ങളിലും ചിരി എന്ന് പറയുന്നത് ഒരു പ്രധാനമായ ഒരു കാര്യമാണ്. ചിരിക്കുവാണെങ്കിൽ നമ്മുടെ പകുതി അസുഖം മാറുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ ആസ്മയുള്ള രോഗികളിൽ അവർക്ക് പ്രത്യേകിച്ച് പാരൻസ് ഒക്കെ ഒ പിയിൽ വരുമ്പോൾ പറയും, ഡോക്ടറെ കുട്ടി ചിരിച്ച് കുട്ടിക്ക് ശ്വാസം കിട്ടാതെ പോയി, അല്ലെങ്കിൽ ശ്വാസം എടുത്തപ്പോഴത്തേക്കും കൃതരാന്നൊരു സൗണ്ട്, ഒരു വിസ്ലിംഗ് സൗണ്ട് അനുഭവപ്പെട്ടു എന്ന്. ചിരി നല്ലതാണെങ്കിലും ഈ രോഗത്തിന് ചിരി അത്ര നല്ലതല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ഇപ്പം നോർമലി നമ്മൾ ചിരിക്കുന്ന സമയത്ത്, ഞാൻ ഉദ്ദേശിക്കുന്ന പുഞ്ചിരിയല്ല, നമ്മൾ സൗണ്ടോട് കൂടി ഒച്ചത്തിൽ റിപ്പറ്റേറ്റീവായിട്ട് നമ്മൾ ചിരിക്കില്ലേ, അങ്ങനെ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസം അങ്ങനെ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസനാളങ്ങളുടെ കോൺട്രാക്ഷൻ, ചുരുക്കം വേഗത്തിൽ നടക്കും. അന്നേരം ശ്വാസനാളങ്ങൾക്ക് ചുരുക്കം സംഭവിക്കും. അതോടൊപ്പം തന്നെ ചിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് ആയാലും നമ്മുടെ ചെസ്റ്റ് മസിൽസ് ആയാലും അതിന് ഇടയിലുള്ള ഡയഫ്രം ഒക്കെ ആണെങ്കിലും അത് നന്നായിട്ട് ടൈറ്റൻ ആവുന്ന സമയത്ത് ഈ തൊറാസിക് എന്ന് പറഞ്ഞാൽ ലങ്സ് ഇരിക്കുന്ന തൊറാസിക് ക്യാവിറ്റിയിലാണ്. ആ ക്യാവിറ്റിയിലുള്ള പ്രഷർ വർദ്ധിക്കും. അത് ഇൻഡയറക്ട്ലി നമ്മുടെ ശ്വാസനാളങ്ങളുടെ ഏരിയ കുറയ്ക്കും. അങ്ങനെ അവിടെ എന്ത് സംഭവിക്കും? ചുരുക്കം സംഭവിക്കും. അപ്പം എയർ പാസ് ചെയ്യാനുള്ള സ്പേസ് കിട്ടത്തില്ല, ബ്രീത്തിങ് റേറ്റും കൂടും. അപ്പം അതാണ് ശ്വാസനാളങ്ങൾക്ക് ഈ ചുരുക്കം ഉണ്ടാക്കി നമുക്ക് കുട്ടികളിലൊക്കെ ചിരിച്ചു കഴിയുമ്പോൾ ശ്വാസം എടുക്കാൻ പറ്റാതെ വരുന്നത്. അതുപോലെ തന്നെ കരകരപ്പ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഈ ശ്വാസനാളം ഞാൻ ചുരുങ്ങുന്നത് പറയുന്നു. അപ്പം ഈ ആസ്മ രോഗികളുടെ പ്രത്യേകത എന്താ? അവരുടെ ശ്വാസനാളങ്ങളിൽ കഫക്കെട്ട് ഏറി വന്ന് ഓൾറെഡി ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം അതിലൂടെ എയർ പാസ് ചെയ്യുമ്പോൾ ഈ കഫത്തിൽ തട്ടി അതിന് വൈബ്രേഷൻസ് ഉണ്ടാവുന്നു. ആ വൈബ്രേഷൻസ് ആണ് ഈ കരകരപ്പ് അല്ലെങ്കിൽ കുറുകലായിട്ട് നമ്മൾ കേൾക്കുന്നത്. അപ്പം നമ്മൾ പേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒന്നല്ല, അതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഈ കഫക്കെട്ട് അല്ലെങ്കിൽ ഈ ശ്വാസമുട്ട് എന്നുള്ള ബുദ്ധിമുട്ട് മാറുമ്പോൾ അത് തിരിച്ച് ഈ പറയുന്ന പോലെ സൗണ്ട് കേൾക്കാത്ത ഒരവസ്ഥയിലേക്ക് വന്നോളും. അതോടൊപ്പം നമുക്കറിയാം, ചിരി എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് ഹോർമോണിനെ കുറയ്ക്കാനും നമ്മുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിനെയൊക്കെ കുറയ്ക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ കാരണമാണ്.